ബാബ വാങ്ക, നോസ്ട്രഡാമസ്. ഈ രണ്ടു പേരെക്കുറിച്ച് നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകും. ഭൂമിയിൽ വരും വർഷങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപേ തന്നെ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ബാബ വാങ്കയും നോസ്ട്രഡാമസും. അത്തരത്തിൽ 2024 കുറിച്ചും ഡിസംബറിനെ കുറിച്ചും നടത്തിയിട്ടുള്ള ഇവരുടെ പ്രവചനങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്നോ സംഭവിക്കില്ലെന്നോ ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഇത് തികച്ചും ഇൻഫോർമേറ്റീവ് കോണ്ടന്റ് മാത്രമാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ. 1911 ജനിച്ച ബാബ വാങ്ക 1996 മരണപ്പെടുന്നത്. അമാനുഷികവും അതീന്ദ്രിയവുമായ കഴിവുകൾ ബാബ വാങ്കയ്ക്കുണ്ടെന്നാണ് ചിലർ വാദിക്കുന്നത്. ബാബ വാങ്ക അഥവാ വാങ്കേലിയ പാണ്ഡേവ ഗുഷ്തെരോവ എന്ന ഈ സ്ത്രീ അന്ധയായ ബൾഗേറിയൻ വൃദ്ധ സന്യാസിനിയായിരുന്നു. 12-ാം വയസ്സിൽ ഒരു ചുഴലിക്കാറ്റിലകപ്പെട്ട് വാങ്കയുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് വാങ്കയ്ക്ക് പ്രവചിക്കാനുള്ള ശക്തി ലഭിച്ചതെന്നാണ് കരുതുന്നത്. വാങ്കയെക്കുറിച്ച് അവർ തന്നെ പറയുന്ന കഥയായിരുന്നു ഇത്. എന്നാൽ അത്തരത്തിൽ ഒരു ചുഴലിക്കാറ്റ് ആ കാലഘട്ടത്തിൽ ഉണ്ടായതായി എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ചെറുപ്പത്തിലെ തന്നെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട അനാഥയായിരുന്നു ബാബ വാങ്ക. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് വാങ്ക പ്രശസ്തി ആർജിക്കുന്നത്. പ്രവചനങ്ങൾ. പ്രധാനമായും ബാബ വാങ്കയുടെ പ്രവചനത്തിലുള്ളത് പ്രകൃതി ദുരന്തങ്ങളാണ്. വാങ്കയുടെ പ്രവചന പ്രകാരം ഏഷ്യയുടെ ചില ഭാഗങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ സുനാമി സംഭവിക്കുമത്രേ. ഇത് ലോകത്തെ ആഗോളതലത്തിൽ സാമ്പത്തികമായും സാമൂഹികമായും ബാധിക്കും. കൂടാതെ യൂറോപ്പിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നെതർലാൻഡ്സ്, ആംസ്റ്റർഡാംസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രളയവും വെള്ളപ്പൊക്കവും സംഭവിക്കുമെന്നൊക്കെയാണ് ഈ പ്രവചനങ്ങളെ വ്യാഖ്യാനിക്കുന്നത്. ഇതിനു പുറമെ പ്രളയങ്ങൾ, ഭൂമികുലുക്കം, ചുഴലിക്കാറ്റുകൾ തുടങ്ങിയ ദുരന്തങ്ങളും വാങ്ക പ്രവചിച്ചിട്ടുണ്ട്. വാങ്കയുടെ ചില പ്രവചനങ്ങളിൽ എർത്ത് ക്രൈയിങ് ഔട്ട് എന്നൊരു പ്രയോഗമുണ്ട്. ഈ പ്രയോഗത്തെ വ്യാഖ്യാനിക്കുന്നത് ഇന്ന് നിലവിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളായും ആഗോള താപനമൊക്കെയായാണ്. കൂടാതെ 2024 ഡിസംബറിൽ വടക്കൻ രാജ്യങ്ങളിൽ ശക്തമായ മഞ്ഞുവീഴ്ചയും മറ്റു രാജ്യങ്ങളിൽ ശക്തമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ സമുദ്രനിരപ്പ് ഉയരുന്നതും വാങ്കയുടെ ഒരു പ്രവചനമാണ്. അതിനാൽ തന്നെ ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. വാങ്കയുടെ മറ്റൊരു പ്രവചനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI-നെ സംബന്ധിച്ചുള്ളതാണ്. 2024 കഴിയുമ്പോഴേക്കും ലോകം ടെക്നോളജിയിൽ വലിയ പുരോഗതി കൈവരിക്കുമെന്ന് ബാബ വാങ്ക പ്രവചിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന AI-യുടെ വളർച്ച എന്നാണ് വ്യാഖ്യാനങ്ങൾ. ബാബ വാങ്കയുടെ അഭിപ്രായത്തിൽ 2024 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഒരു അപകടകരമായ വർഷമാണത്രേ. പുടിന്റെ ജീവന് ഭീഷണിയാകുന്ന വർഷമാണ് 2024 എന്ന് ബാബ വാങ്ക പ്രവചിച്ചിട്ടുണ്ട്. സ്വന്തം രാജ്യത്ത് നിന്ന് ആരെങ്കിലും പുടിനെ ആക്രമിക്കാൻ തുനിഞ്ഞേക്കാമെന്നാണ് ബാബ വാങ്കയുടെ പ്രവചനം. വാങ്കയുടെ മറ്റൊരു പ്രവചനമാണ് 2024 ഒരു വലിയ ആഗോള പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ളത്. അതിൽ രാജ്യങ്ങളുടെ കടത്തിന്റെ അളവ് വർദ്ധിക്കുമത്രേ. ഭൂമിയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ ഉലയ്ക്കുമെന്ന് ബാബ വാങ്ക പറയുന്നു. കൂടാതെ 2024 ലോകം ബഹിരാകാശ യാത്രകളിൽ ഒരുപാട് പുരോഗതി കൈവരിക്കുമെന്നും പ്രഡിക്ഷൻസ് ഉണ്ട്. ബാബ വാങ്കയുടെ പ്രവചനമനുസരിച്ച് 2024 മെഡിക്കൽ മേഖലയ്ക്ക് വളരെ നല്ലൊരു വർഷമായിരിക്കും. ക്യാൻസർ, അൽഷിമേഴ്സ് തുടങ്ങിയ രോഗങ്ങൾക്ക് വൈദ്യശാസ്ത്ര രംഗത്ത് പുതിയ ചികിത്സാ രീതികൾ കണ്ടെത്താനാകുമത്രേ. എന്നാൽ ഈ വർഷം അൽഷിമേഴ്സ് എന്ന രോഗത്തിനുള്ള ചികിത്സ വളരെ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. ഇതിനു പുറമെ ഇനിയും ഒരുപാട് പ്രവചനങ്ങൾ ബാബ വാങ്ക നടത്തിയിട്ടുണ്ട്. അതിൽ പലതും സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു സത്യം. നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങൾ. 16-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് തത്വചിന്തകനും ഫാർമസിസ്റ്റുമായിരുന്നു മൈക്കൽ ഡി നോസ്ട്രഡാമസ്.
പ്രവചനങ്ങൾ അഥവാ ദി പ്രൊഫസീസ് എന്ന പേരിലുള്ള അദ്ദേഹത്തിന്റെ വിഖ്യാത ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത്. ഭാവിയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ ഉദയവും അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകവും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗമനവും നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അത്രേ. അത്തരത്തിൽ 2024 കുറിച്ചുള്ള നോസ്ട്രഡാമസിന്റെ വിചിത്രമായ പ്രവചനങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. 2024 സംബന്ധിച്ചുള്ള നോസ്ട്രഡാമസിന്റെ ഏറ്റവും വിചിത്രമായ ഒരു പ്രവചനമായിരുന്നു ദ്വീപുകളുടെ രാജാവ് പുറത്താക്കപ്പെടും എന്നുള്ളത്. ഇതിൽ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് വ്യക്തമല്ല. ബ്രിട്ടനെയാണ് ദ്വീപുകൾ എന്ന് ഉദ്ദേശിക്കുന്നതെന്നും ചാൾസ് മൂന്നാമൻ രാജാവ് സ്ഥാനമൊഴിഞ്ഞ് പകരം ഹാരി രാജകുമാരൻ ആ സ്ഥാനത്ത് വരുമെന്നാണ് പൊരുളെന്നും ചിലർ വിശ്വസിക്കുന്നു. 2024 അല്ലെങ്കിലും ഉടൻ ഒരു വിനാശകരമായ യുദ്ധം നടക്കുകയും ഒരു പുതിയ രാജാവ് അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്യും എന്നും നോസ്ട്രഡാമസിന്റെ പ്രവചനത്തിലുണ്ട്. അത് ദീർഘകാലത്തേക്ക് ഭൂമിയെ ശാന്തമാക്കുമെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ അത് ഇസ്ലാമിക വിശ്വാസപ്രകാരം ലോകത്തെ രക്ഷിക്കാനായെത്തുന്ന ഇമാം മഹ്ദി എന്ന വ്യക്തിയാണെന്നും ചിലർ വിശ്വസിക്കുന്നു. ഏതായാലും ഇതിനെപ്പറ്റി നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ 2024 കടുത്ത കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചും നോസ്ട്രഡാമസ് പ്രതിപാദിക്കുന്നുണ്ടത്രേ. അദ്ദേഹം പറയുന്നത് ഉണങ്ങിയ നിലം കൂടുതൽ വരണ്ടു പോകുമെന്നും വലിയ വെള്ളപ്പൊക്കമുണ്ടാകുമെന്നുമാണ്. നോസ്ട്രഡാമസിന്റെ ഈ പ്രവചനം ഭയാനകരമായ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചിലർ വാദിക്കുന്നത്. നോസ്ട്രഡാമസിന്റെ അടുത്ത പ്രവചനമാണ് ചൈനയുടെ തളർച്ച. അമേരിക്കയോട് പോലും മത്സരിക്കുന്ന തരത്തിൽ ചൈന ഇന്ന് വളർന്നിരിക്കുന്നു എന്ന് നമുക്കറിയാം. 2024 നോസ്ട്രഡാമസിന്റെ പ്രവചനം ഇങ്ങനെയാണ്: ചുവന്ന ശത്രു ഭയത്താൽ മഞ്ഞയാകും, മഹാസമുദ്രത്തിൽ ഭയമുണ്ടാകും. ചുവന്ന ശത്രു ചൈനയാണെന്നാണ് നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നവർ പറയുന്നത്. അതേസമയം മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രവുമാണത്രേ. അതല്ല, തായ്വാനുമായി ചൈന നാവികയുദ്ധം നടത്തുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നും ചിലർ വിശ്വസിക്കുന്നു. നോസ്ട്രഡാമസിന്റെ ചില പ്രവചനങ്ങൾ ശരിക്കും സംഭവിക്കുന്നുണ്ടെന്നും ഒരുപാട് പേർ വിശ്വസിക്കുന്നുണ്ട്. ഫ്രാൻസിലെ രാജാവായ ഹെൻറി രണ്ടാമന്റെ മരണം, ലണ്ടനിൽ 1666 സംഭവിച്ച തീപിടുത്തം, ഫ്രഞ്ച് വിപ്ലവം, നെപ്പോളിയന്റെ അധികാരത്തിലേക്കുള്ള പ്രവേശനം, ലൂയി പാസ്റ്ററുടെ ജീവിതം, ഹിറ്റ്ലറുടെ തേർവാഴ്ചകൾ, ആറ്റം ബോംബ്, US പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ മരണം തുടങ്ങിയവയൊക്കെ ഇക്കൂട്ടത്തിൽ പെടുമത്രേ. എന്നാൽ നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങൾ യാതൊരു വസ്തുതയുമില്ലാത്തതാണെന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണവ ഇന്നും നിലനിൽക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. US പ്രശസ്ത ശാസ്ത്രലേഖനായ എവററ്റ് ബ്ലേലിയർ ഇതിന് ഉത്തരം പറയുന്നുണ്ട്. 4 വരി വീതം നീളമുള്ള കവിതാരൂപത്തിലാണ് അദ്ദേഹം പ്രവചനങ്ങൾ പ്രോഫസി എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. വളരെ സിംബോളിക്കായ രീതിയിലാണ് നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങൾ. വ്യക്തതയില്ലായ്മയാണ് അതിന്റെ മുഖമുദ്ര. ഉദാഹരണത്തിന്, ഒരു സ്ഥലപ്പേരൊന്നും കൃത്യമായി അതിൽ പറയില്ല. വലിയൊരു സിറ്റിയിൽ അപകടം സംഭവിക്കുമെന്നാകും പറയുക. ആ സിറ്റി ഏത് നഗരവുമാകാം. പാരീസ്, ന്യൂയോർക്ക്, ലണ്ടൻ, അങ്ങനെ ഏത് നഗരവും. എവിടെയെങ്കിലും ഒരപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് നോസ്ട്രഡാമസ് പ്രവചിച്ചതാണെന്ന് പറയാൻ എളുപ്പമാണ്. കാരണം ഏതോ ഒരു സിറ്റിയിൽ അപകടം സംഭവിക്കുമെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുമെന്ന വിശ്വാസക്കാരനായിരുന്നു നോസ്ട്രഡാമസ്. ഉദാഹരണത്തിന്, ഒരു നഗരത്തിൽ തീപിടുത്തമോ യുദ്ധമോ വെള്ളപ്പൊക്കമോ നടന്നു എന്ന് കരുതുക. ഇത് അദ്ദേഹം ഭാവി പ്രവചനങ്ങളിൽ ഉപയോഗിക്കും. തീപിടുത്തവും വെള്ളപ്പൊക്കവും ഒക്കെ വീണ്ടും വീണ്ടും സംഭവിക്കാവുന്ന കാര്യങ്ങളാണല്ലോ. അന്നത്തെ കാലത്തെ യൂറോപ്പിലെ പ്രശസ്തമായ ജ്യോതിഷികളും നോസ്ട്രഡാമസിനെ തള്ളി പറഞ്ഞിരുന്നു അത്രേ. ഇതൊക്കെ തന്നെയാണ് ശാസ്ത്രലോകത്തിന് ബാബ വാംഗയുടെ പ്രവചനങ്ങളെക്കുറിച്ചും പറയാനുള്ളത്. അതായത് വാംഗയുടെ പ്രവചനങ്ങളെയും ശാസ്ത്രലോകം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.